സന്ദീപ് ശർമ്മ മികച്ച ബൗളിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. 4 ഓവർ എറിഞ്ഞ് 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 5 വിക്കറ്റാണ് സന്ദീപ് ശർമ്മ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. മുംബൈയുടെ നടുവൊടിച്ചത് സന്ദീപായിരുന്നു. ഇന്ന് കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതും സന്ദീപിനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ഇന്ത്യൻസ് ശരിക്കും നാണം കെട്ടു. രണ്ടാമത്തെ തോൽവിയാണ് രാജസ്ഥാനുമായിട്ട് മുംബൈ ഏറ്റുവാങ്ങുന്നത്. രാജസ്ഥാന് മുംബൈ ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ജയ്സ്വാൾ സെഞ്ചുറി പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി സന്ദീപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സഞ്ജു എന്നിലർപ്പിച്ച വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. അതാണ് എനിക്ക് കൂടുതൽ സന്തോഷകരമാകുന്നത്. മറ്റു ബൗളേഴ്സിനെ മാറ്റി നിർത്തിയാണ് സഞ്ജു എനിക്ക് അവസരം തന്നത്. സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. സഞ്ജു എനിക്ക് പ്രാക്ടീസ് സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സഞ്ജു പറഞ്ഞതുപോലെയാണ് ഞാൻ ഇന്ന് ബൗൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിക്കറ്റ് ലഭിച്ചു. മുംബൈയുമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു മാച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് കളിച്ചത്. ഇന്നിപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വരുന്ന മാച്ചിലും ഇതേ പ്രകടനം ആവർത്തിക്കുമെന്ന് സന്ദീപ് ശർമ്മ വ്യക്തമാക്കി. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും രാജസ്ഥാൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സന്ദീപ് 5 വിക്കറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. മുംബൈ ടീം ശരിക്കും നാണം കെട്ടു. ബാറ്റിങ്ങിൽ ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയുമായപ്പോൾ മുംബൈ ഈസി ആയിട്ട് കളി ജയിച്ചു. ഇതുപോലത്തെ ഒരു ടീമിനെ എല്ലാ ടീമുകളും ഭയക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു പ്രാവശ്യം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ ഉറപ്പായിട്ടും കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. അതുപോലത്തെ പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. നിലവിലിപ്പോൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഫൈനൽ വരെ എത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.